എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ വൈനാണ്. വളരെ ഈസി ആയിട്ട് 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴം കൊണ്ടുള്ള ഒരു വൈനാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ കാണുന്നത് റെഡി ആയിട്ടുള്ള വൈനാണ്. ഒരു 5-6 മാസം മുമ്പ് ഉണ്ടാക്കി വെച്ച വൈനാണിത്. വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് മൈസൂർ പൂവെന്നും പറയും. ചെങ്കതളി കൊണ്ട് വൈൻ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാലിപ്പൂവൻ കൊണ്ടും വൈൻ ഉണ്ടാക്കാറുണ്ട്. വൈനിന് വേണ്ടിയിട്ടുള്ള പഴം ഇവിടെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 6 ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഭരണിയുള്ളവർക്ക് ഭരണി ഉപയോഗിക്കാം. ബോട്ടിലിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈൻ ഉണ്ടാക്കാനുള്ള ഭരണി എപ്പോഴും നന്നായിട്ട് കഴുകി ഉണങ്ങിയെടുക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. 2 കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം മുറിച്ചെടുത്ത പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് മാറിപ്പോകും. അതുകൊണ്ടാണ് ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം അളന്നെടുക്കുന്നത്. 3 കപ്പ് മുറിച്ച പഴമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പഴം ഇട്ടതിന് ശേഷം ഇതിന് മുകളിലായിട്ട് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എത്ര അളവിലാണ് പഴം എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് അധികം മധുരമില്ലാത്ത വൈനാണ്. മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒട്ടും ചൂടില്ലാത്ത വെള്ളം വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഈസ്റ്റാണ്. 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് ആക്റ്റീവ് ഈസ്റ്റ് കയ്യിലുള്ളവർക്ക് ആക്റ്റീവ് ഈസ്റ്റ് ഉപയോഗിക്കാം. ആക്റ്റീവ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതും ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഏതെങ്കിലും സ്പൈസസ് ഒക്കെ ചേർക്കണമെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് കാണും. ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരയും ഈസ്റ്റും വെള്ളവും പഴവും മാത്രം മതി. ഈ വൈനിൻ്റെ മിക്സിന് 10 ദിവസം ഒരു മരത്തവി ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം. 10 ദിവസം കഴിയുമ്പോൾ വൈൻ ഇതുപോലെ റെഡിയായിട്ട് വരും. വൈൻ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. 10ാം ദിവസം വൈൻ ഇതുപോലെയൊന്ന് അരിച്ചെടുക്കാം. സാധാരണയായിട്ട് വൈനിന് വേണ്ടിയിട്ട് ഗ്ലാസ്സോ ഭരണിയോ ആണ് ഉപയോഗിക്കുന്നത്. ഇളക്കുന്നതിന് വേണ്ടിയിട്ട് മരത്തടിയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീലിൻ്റെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റീൽ അരിപ്പയിൽ അരിച്ചെടുക്കുന്നത്. സാധാരണയായിട്ട് നല്ല വൃത്തിയുള്ള ഉണങ്ങിയ കോട്ടൺ തുണിയിലാണ് വൈൻ അരിച്ചെടുക്കുന്നത്. വൈൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. ഇതിനി ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റാം. ബാക്കി കുറച്ചുണ്ട്, അതും കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ അരിച്ചെടുക്കുന്ന വൈൻ 41 ദിവസം ആകുമ്പോഴേക്ക് നന്നായിട്ട് തെളിഞ്ഞു കിട്ടും. ഒന്നുകിൽ ഈ വൈൻ 41 ദിവസം കഴിഞ്ഞ് ഊറ്റി ഒരു കുപ്പിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ തെളിയുന്നതിനനുസരിച്ച് കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. ഓരോരുത്തരുടെയും സൗകര്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ വൈൻ മുഴുവൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ലിറ്റർ വൈനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിനി അധികം വെളിച്ചമില്ലാതെ എപ്പോഴും ആൾക്കാരൊന്നും കയറാത്ത എവിടെയെങ്കിലുമായിട്ട് വെക്കാം. ഞാനിത് സ്റ്റോർ റൂമിലാണ് വെക്കുന്നത്. ഇവിടെ ഇപ്പോൾ വൈൻ ഊറ്റി വെച്ചിട്ട് ഒരു 3 മാസം കഴിഞ്ഞു. 41 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിത് വേറെ കുപ്പിയിലേക്ക് ഊറ്റി വെക്കാൻ പറ്റിയില്ല. പഴത്തിൻ്റെ വൈൻ ഇതുപോലെ കുറച്ച് കാലം കഴിഞ്ഞ് ഊറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ സ്ഥാനത്ത് മുന്തിരി വൈനാണെങ്കിൽ 41 ദിവസം കഴിയുമ്പോൾ തന്നെ ഊറ്റി വേറൊരു കുപ്പിയിലേക്ക് മാറ്റണം. ഞാനിവിടെ വൈൻ ഇപ്പോൾ വേറൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ലിറ്റർ വെള്ളം ഒഴിച്ചുണ്ടാക്കിയപ്പോൾ എനിക്ക് 1.5 ലിറ്റർ വൈനാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം വീര്യവും നല്ല ടേസ്റ്റുമുള്ള വൈനാണ് പഴം കൊണ്ടുണ്ടാക്കുന്നത്. പഴം കൊണ്ട് വൈൻ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പഴത്തിൻ്റെ വൈന് പ്രത്യേകിച്ച് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു കളർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. വൈൻ റെഡിയായി വരുമ്പോൾ ഇതുപോലെ നല്ല തെളിഞ്ഞ കളറാണ് കിട്ടുന്നത്. വൈൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ക്രിസ്മസിന് ഇതുപോലെ വൈൻ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ വൈനാണ് പഴം കൊണ്ടുണ്ടാക്കുന്ന വൈൻ. നമ്മുടെ വീട്ടിൽ തന്നെ ബാക്കിയായ പഴമോ പഴുത്തു പോകാറായ പഴമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ വൈൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഈ ക്രിസ്മസിനൊന്ന് ഉണ്ടാക്കി നോക്കുക. പഴമൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്കിത് നേരത്തെ തന്നെ ചെയ്തു വെക്കാം.
ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.